ഒരു പ്രശ്നവും ഞങ്ങൾക്കിടയിലില്ല. ഉം? സത്യം, സത്യം. ഉം. എനിക്കൊരു മറുപടി തരണം. ഉം. കിരണിന്റെ മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, ബൈ. ദുർഗ, കിരൺ എന്താ അവളോട് മറുപടി പറയാതിരുന്നത്? പോകാൻ ധൃതി വെച്ചിട്ട് താനത് വണ്ടി കയറാത്തെ? ഓ, അപ്പൊ ഞാനാണ് കുറ്റക്കാരി. ബെസ്റ്റ്. അല്ല, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അവളെ കെട്ടുന്നുണ്ടോ? അഞ്ജലി നല്ല കുട്ടിയല്ലേ? ഓ, പഠിപ്പുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെ എന്നോട് സ്നേഹമുണ്ട്. അത്രയൊക്കെ പോരെ? ഓ, ഹും. ആ, അവളുടെ ഫാമിലിയെ കുറിച്ച് അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല. അത് സാരമില്ല. ഓ, എനിക്കും അതൊന്നുമില്ലല്ലോ. ഹും. അപ്പോ അത്രയൊക്കെ ചിന്തിച്ചു. പിന്നെ ചിന്തിക്കണ്ടേ? ഹും, ഉം. സ്വന്തമായിട്ട് ഒന്നുമില്ലാത്ത എനിക്ക് ഒരു കുടുംബമെങ്കിലും ഉണ്ടാവണ്ടേ? ഓ, അപ്പോ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? ആ, ആലോചിക്കട്ടെ. ഓ, കല്യാണം കഴിക്കാൻ പോകുന്നൊരു സാധനം. ദുർഗ, ദുർഗ, നിന്റെ ദേഷ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് ദുർഗെ. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. നോക്കിക്കോ. എന്താ സ്റ്റാർട്ട് ആവുന്നില്ലേ? ആ, അങ്ങോട്ട് ഇടുക്ക് വണ്ടി. കേറുന്നില്ലേ? ആ, കേറുവാ. ആ. എന്താ ഇത്? നോക്കി വണ്ടി എടുക്ക്. അതെങ്ങനെ? മനസ്സിന് വേറെ വല്ല ചിന്തകളൊക്കെ അല്ലേ? കൊല്ലും ആളെ. പോ അങ്ങോട്ട്. ദുർഗെ, ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, ഒന്നും പറയാനുമില്ല. അയ്യേ, ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? ദുർഗ. കണ്ടു നിന്ന് എന്റെ തൊലി ഉരിഞ്ഞു പോയി. കഷ്ടം തന്നെ. ഛെ. ഏയ്, ദുർഗെ, താൻ ഞാൻ പറയുന്നത് കേക്ക്. ഏയ്, വിട് അങ്ങോട്ട്, വിട്. ദുർഗെ. എന്താ നാണമുണ്ട് കിരണ്? ഏതോ ഒരു പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോ അവളുടെ വായി നോക്കി വെള്ളമിറക്കി നിക്കാൻ ഉണ്ടക്കണ്ണെ തുറന്നു പിടിച്ച് നോക്കി നിക്കാല്ലായിരുന്നോ? ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി. ഓ, എന്തായിരുന്നു ഷോ ഓഫ് അവളുടെ മുന്നില്. ഞാൻ ഫ്രീ ആണ്, ഞാൻ കമ്മിറ്റഡ് ഒന്നും അല്ല. ഇതുപോലൊരു പെൺകോന്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അയ്യയ്യേ. ദുർഗെ, ഏയ്, നിക്ക്. ദുർഗെ, ഏയ്. കിരൺ, ആ, ദുർഗെ. കിരൺ. ആ, ചേച്ചി. എന്താ ചേച്ചി? ദുർഗയ്ക്ക് എന്താ കിരൺ പറ്റിയത്? കണ്ടിട്ടെന്തോ ദേഷ്യമുള്ളത് പോലെ. ഹേയ്, അങ്ങനൊന്നുമില്ല. ചേച്ചിക്ക് വെറുതെ തോന്നിയതാ. വേണ്ട കിരൺ, എന്നോട് നുണ പറയണ്ട. ഞാൻ വിളിച്ചത് കേട്ടിട്ട് പോലും ഒന്നും മിണ്ടാതെ ദുർഗ കയറിപ്പോയത്. അവളുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. അത് പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഞാൻ പറഞ്ഞ സത്യം ചേച്ചി, അങ്ങനൊന്നുമില്ല. പിന്നെ വരുന്ന വഴിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോ അതാവും അങ്ങനെ പോയത്. ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നിങ്ങളുടെ ഇടയിൽ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അത് വലിച്ചു നീട്ടാതെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം കേട്ടോ. ചേച്ചി പറയുന്ന പോലെ ഒരു വഴക്ക് ഞങ്ങൾക്കിടയിലില്ല.
സത്യം. ഉം. ചേച്ചിക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ദുർഗയെ വിളിക്കാം. ദുർഗ. അല്ല, വേണ്ട വേണ്ട. അ. കിരൺ പറയുന്നൊക്കെ എനിക്ക് വിശ്വാസമാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാവുന്നത് സാധാരണ. പക്ഷേ അതൊരിക്കലും വലുതാവാൻ പാടില്ല. ഉം. അങ്ങനെ വലുതായി പരസ്പരം അകന്നാ പിന്നെ ഒരിക്കലും യോജിക്കാനാവാത്ത വിധം അകന്നു പോവും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലായി. ഉം. പക്ഷെ ചേച്ചി കരുതുന്ന പോലെ ഒരു പ്രശ്നവും ഞങ്ങൾക്കിടയിലില്ല. ഉം? സത്യം. സത്യം. ഉം. ഹലോ. ഹലോ. ആ കിരൺ, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? കാര്യം നേരിട്ട് പറയാം. ഞാൻ ഗേറ്റിന് പുറത്തുണ്ട്. ഒന്ന് ഗേറ്റിന് പുറത്തേക്ക് വരുമോ? ആ ഇതാ വരുന്നു. ആ ശരി. വാചേട്ടാ, എന്താ കാര്യം? ദുർഗയുടെ ദുർഗ. എനിക്ക് രണ്ടുപേരോടായിട്ടാ കാര്യം പറയാനുള്ളത്. ഞാൻ വിളിക്കാം. ആ എടോ, താനൊന്ന് ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നേ. വേഗം വാ. ഞാനിപ്പോ വരാം. ദുർഗ, സഞ്ജയ് ചേട്ടാ. ഇവിടെ ഇങ്ങോട്ട്, ഞാൻ പോയിക്കോളാം. എന്താ ചേട്ടാ? എന്താ കിരൺ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ ദുർഗയും വിളിച്ച് കിരണിനെയും കൂട്ടി വരാൻ പറഞ്ഞപ്പോ നേരിട്ട് വിളിച്ച് പറയാൻ പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്താ ദുർഗ കാരണം? അത് കിരൺ പൂർണിമേച്ചയോട് സംസാരിക്കായിരുന്നില്ലേ? ആ. വീടിനകത്തിരുന്ന് പരസ്പരം ഫോൺ ചെയ്താ ചേച്ചിക്ക് സംശയമാവൂലോ എന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓ. അതൊന്നുമല്ല, രണ്ടുപേരുടെയും മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്.